കല്ലാടി മണ്ണിടിച്ചിൽ ദുരന്തം. ഇതിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്ക് വേണ്ടി ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇന്നും തിരച്ചിൽ തുടരുകയാണ്. 2ാം സോൺ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. അപകടത്തിൽ കാണാതായ 8 പേരിൽ വിക്രം റാണയെ മാത്രമേ ഇനി കണ്ടെത്താനുള്ളൂ. തിരച്ചിലിന്റെ ഭാഗമായി രാവിലെ 8 മണി മുതൽ 12 മണി വരെ മീനാക്ഷി പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ലിൻഡോ നമുക്കൊപ്പം വയനാട്ടിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേർന്നു. ലിൻഡോ, ഗുഡ് മോർണിംഗ്. ലിൻഡോ, ഇന്നിപ്പം 6ാമത്തെ ദിവസമാണ്. ഇന്ന് പ്രതികൂല കാലാവസ്ഥ ഒന്നുമല്ല, മഴയൊക്കെ മാറി നിൽക്കുന്ന അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഇന്ന് വിക്രം റാണയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണോ തിരച്ചിൽ സംഘം? ഗുഡ് മോർണിംഗ് ചെയ്തി. കള്ളാടി മണ്ണിടിച്ചൽ ദുരന്തത്തിൽ കാണാതായ വിക്രം റാണയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ 6ാം ദിവസവും അല്പസമയത്തിനകം ആരംഭിക്കും. ഈ NDRF സംഘവും ഫയർഫോഴ്സ് സംഘവും ഒക്കെ എല്ലാം ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം 8 മണിയോടുകൂടിയാണ് ഈ തിരച്ചിൽ ആരംഭിക്കുക. കാണാതായ 8 പേരിൽ നിർമ്മാണ കമ്പനിയിൽ കൺസ്ട്രക്ഷൻ മാനേജറായിരുന്ന വിക്രം റാണയെ മാത്രമാണ് നിലവിൽ ലഭിക്കാനുള്ളത്. ബാക്കി 7 പേരുടെയും മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ ഈ തിരച്ചിൽ നടന്നിരുന്നുവെങ്കിലും ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രധാനമായും ഈ 2ാം സോൺ കേന്ദ്രീകരിച്ചാണ് ഈ തിരച്ചിൽ ഇന്നും നടത്തുന്നത്. ഈ 2ാം സോണിനോട് ചേർന്നാണ് വിക്രം റാണ നിന്നിരുന്നത് എന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മണ്ണുകൾ കൂടുതൽ കൂട്ടിയിട്ട ഈ പ്രദേശത്താണ് ഇന്നും തിരച്ചിൽ നടത്തുക. ഇന്ന് ഈ തിരച്ചിലിൻ്റെ ഭാഗമായി മീനാക്ഷി പാലം വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. കാരണം 2ാം സോണിൽ ഉള്ള കൂടി കിടക്കുന്ന മണ്ണ് റോഡിലേക്ക് മാറ്റി പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മീനാക്ഷി പാലം വഴിയുള്ള ചൂരൽമലയിലേക്കും മേപ്പാടിയിലേക്കുമുള്ള റോഡ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ 12 മണി വരെ ഈ റോഡ് ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിശോധന നടത്തുന്നത്. കൂടുതൽ ആഴത്തിൽ മണ്ണുകൾ മാറ്റി പരിശോധിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത്. കൂടാതെ ഈ വിക്രം റാണ നിന്നിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് വലിയ ഒരു പാറ വന്ന് അടിഞ്ഞു കിടന്നിരുന്നു. ഈ പാറ ഇന്ന് രാവിലെ തന്നെ അധികൃതർ പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലെങ്ങാനും അദ്ദേഹം പെട്ടിട്ടുണ്ടാകുമോ എന്ന ഒരു തിരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ആ പാറ പൊട്ടിച്ചിരിക്കുന്നത്. എന്തായാലും തിരച്ചിൽ ഇന്നും വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് വിക്രം റാണയെ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഈ തിരച്ചിൽ സംഘം. നിർമ്മാണ 6ാമത്തെ ദിവസവും കള്ളാടിയിൽ തിരച്ചിൽ തുടരുകയാണ്.